പുകവലി, മദ്യപാനം, ജങ്ക് ഫുഡ് ഈ ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടും. ഈ കൂട്ടത്തിൽ സെക്സ് ഉപേക്ഷിച്ചാലോ? ലൈംഗികത ഉപേക്ഷിച്ചാൽ ആരോഗ്യവും കുറയും. കാരണം ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ ലൈംഗികത പ്രധാനമാണ്. ലൈംഗികത ഒരാളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. എന്തുകൊണ്ടാണ്, എങ്ങനെയെല്ലാമാണ് ലൈംഗികത ആരോഗ്യമേകുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലൈംഗികത വഴി സമ്മർദ്ദം അകറ്റുന്നു. നമ്മൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കുകയേയില്ല. എന്നാൽ ഏറ്റവും നല്ല സ്ട്രെസ് റിലീവർ ലൈംഗികതയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എല്ലാ ഫീൽ ഗുഡ് കെമിക്കൽസും തലച്ചോറിലെത്തുന്നു. അതേസമയം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയുന്നു. ലൈംഗികതയുടെ സമയത്ത് രതിമൂർച്ചയ്ക്ക് ശേഷം ഡോപ്പമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോണുകളെല്ലാം റിലീസ് ചെയ്യപ്പെടുന്നു. ഡോപ്പമിൻ തലച്ചോറിനെ ഉണർവുള്ളതാക്കുന്നു. എൻഡോർഫിൻ സമ്മർദ്ദവും വേദനയും അകറ്റുന്നു. മറ്റൊന്ന്, ലൈംഗികത മനോനില മെച്ചപ്പെടുത്തുന്നു. 30,000 അമേരിക്കക്കാരായ സ്ത്രീ പുരുഷന്മാർ നടത്തിയ ഒരു പഠനത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ സന്തുഷ്ടരായിരിക്കുമെന്ന് കണ്ടു. ലൈംഗികതയുടെ സമയത്തുണ്ടാവുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ് സൗഖ്യവും സന്തോഷവും ഏകുന്നത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ കൈ ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക ഇവയെല്ലാം തന്നെ സന്തോഷമേകുമെന്ന് മുതിർന്ന വ്യക്തികളിൽ നടത്തിയ പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. ദമ്പതികൾക്കിടയിലെ ലൈംഗികത മാനസികാരോഗ്യവും ഏകും. നല്ല ഉറക്കത്തിന് ലൈംഗികത ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ലൈംഗിക ബന്ധത്തിന് ശേഷം സുഖകരമായ ഉറക്കം ലഭിക്കും. കാരണം പ്രോലാക്റ്റിൻ എന്ന ഹോർമോൺ ആണ്. സ്വയംഭോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിലും 400 മടങ്ങ് അധികം പ്രോലാക്റ്റിൻ സ്ത്രീ പുരുഷ ലൈംഗികതയിൽ ഉണ്ടാകുന്നുണ്ട്. ഉറക്കമില്ലായ്മയും ലൈംഗിക സംതൃപ്തിയും തമ്മിലും ബന്ധമുണ്ട്. 8 മണിക്കൂറിൽ കുറവ് ഉറങ്ങുന്ന 50-നും 79-നും ഇടയിൽ പ്രായമുള്ള 10,000 സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ അവർ ലൈംഗികതയിൽ ഏർപ്പെടുന്നത് വിരളമാണെന്ന് കണ്ടു. അതുപോലെ തന്നെ ലൈംഗികത രോഗപ്രതിരോധ ശക്തിയും മെച്ചപ്പെടുത്തുന്നു. പതിവായ ലൈംഗികത രോഗങ്ങളെ അകറ്റും. ഇമ്മ്യൂണോഗ്ലോബുലിന്റെ അളവ് കൂടാൻ ലൈംഗികത സഹായിക്കും. ഇത് രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തും. മറ്റൊന്ന്, പ്രോസ്റ്റേറ്റ് അർബുദ സാധ്യത കുറയ്ക്കും. പുരുഷന്മാരിൽ സ്ഖലനം പ്രോസ്റ്റേറ്റ് അർബുദ സാധ്യത കുറയ്ക്കും. 40-നും 75-നും ഇടയിൽ പ്രായമുള്ള 50,000 പേരിൽ നടത്തിയ പഠനം ഒരു ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ പ്രസിദ്ധീകരിച്ചു. ഒരു മാസം 21 അതിലധികമോ തവണ സ്ഖലനം സംഭവിക്കുന്ന പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് അർബുദം വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഈ പഠനത്തിൽ കണ്ടത്. മറ്റൊന്നാണ് ഹൃദയാരോഗ്യമേകുന്നു എന്നത്. ആഴ്ചയിൽ 2 തവണയെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് മാസത്തിൽ 1 തവണ ലൈംഗികതയിൽ ഏർപ്പെടുന്നവരെക്കാൾ ഹൃദ്രോഗം വരാനുള്ള സാധ്യത 45% കുറവാണെന്ന് ന്യൂ ഇംഗ്ലണ്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനത്തിൽ പറയുന്നു. 1987 തുടങ്ങി 17 വർഷം നീണ്ട ഈ പഠനം 40 മുതൽ 70 വയസ്സുവരെ പ്രായമുള്ള 1000 പുരുഷന്മാരിലാണ് നടത്തിയത്. സ്ത്രീകൾക്കും ലൈംഗികത ഹൃദയാരോഗ്യം നൽകും. കൂടാതെ രക്താതിമർദ്ദം വരാനുള്ള സാധ്യതയും കുറയും. സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തി എന്നത് രതിമൂർച്ച മാത്രമല്ല, ചുംബനവും സ്നേഹപ്രകടനവും എല്ലാം അവൾക്ക് വൈകാരികവും ശാരീരികവുമായ സൗഖ്യമേകും. മറ്റൊന്നാണ് ലൈംഗികത അടുപ്പം കൂട്ടും എന്നത്. ജീവിതത്തിൽ സ്നേഹവും എത്ര വേണമോ പങ്കാളിയുമൊത്ത് അത്രയും ലൈംഗിക ബന്ധവും ആവാം. ലൈംഗികത പങ്കാളിയുമായുള്ള അടുപ്പം കൂട്ടുന്നു. ലൈംഗിക ബന്ധത്തിന് ശേഷം പങ്കാളിയോട് തോന്നുന്ന അടുപ്പം ആഴ്ചകളോളം നിലനിൽക്കും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും പരസ്പരമുള്ള സ്നേഹപ്രകടനങ്ങൾ ബന്ധം ഊഷ്മളമാക്കും. അതുപോലെ ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നു. വാർദ്ധക്യത്തിലും ലൈംഗിക ജീവിതം ആക്റ്റീവ് ആകുന്നതിന് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുമത്രേ. 50-നും 89-നും ഇടയിൽ പ്രായമുള്ള സെക്ഷലി ആക്റ്റീവായ പുരുഷന്മാർക്ക് ഭൗതിക പ്രവർത്തനം മെച്ചപ്പെട്ടതായി ബ്രിട്ടീഷ് ഗവേഷകർ പറയുന്നു. വാർദ്ധക്യത്തിലും സ്നേഹബന്ധം പുലർത്തുന്നത് ബുദ്ധി, ഓർമ്മശക്തി ഇവയ്ക്ക് ഏറെ നല്ലതാണ്. ആർത്തവ സംബന്ധമായ വേദന, ഗുരുതരമായ നടുവേദന, കാൽവേദന, എന്തിനേറെ മൈഗ്രെയിൻ പോലും കുറയ്ക്കാൻ ലൈംഗികതയ്ക്ക് ആവും. യോനിയിലുണ്ടാകുന്ന ഉത്തേജനം വേദനകളെ 40% കുറയ്ക്കും. രതിമൂർച്ചയിൽ എത്തുമ്പോഴേക്കും വേദന 75% കുറയ്ക്കാൻ സഹായിക്കും. ലൈംഗികതയുടെ സമയത്ത് ശരീരം പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളാണ് ഇതിനു പിന്നിൽ. എൻഡോർഫിൻ വേദനയും സമ്മർദ്ദവും അകറ്റും. അമ്മയും കുഞ്ഞുമായുള്ള ബന്ധത്തിന് പിന്നിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ഇതിന് വേദന കുറയ്ക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരനും ആരോഗ്യവാനും ആണെങ്കിൽ അരമണിക്കൂർ ലൈംഗികതയ്ക്കായി ചെലവിടുന്നത് ഒരു പരിധിവരെ വ്യായാമം തന്നെയാണ്. അരമണിക്കൂർ ലൈംഗിക ബന്ധം 85 കാലറി കത്തിച്ചു കളയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മണിക്കൂറിൽ 4.5 കിലോമീറ്റർ നടക്കുന്നതിനും 8 കിലോമീറ്റർ ജോഗിംഗ് ചെയ്യുന്നതിനും തുല്യമാണ് ലൈംഗിക ബന്ധം. പേശികൾക്കും സന്ധികൾക്കും ഇത് ഒരു വ്യായാമമാണ്. ലൈംഗികത ശ്വസനം കൂട്ടുന്നു. ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം ഇവ നിയന്ത്രിക്കുന്നു. ആരോഗ്യവാന്മാരായ സ്ത്രീ പുരുഷന്മാർക്ക് ഊർജ്ജദായകമാണ് ലൈംഗികത. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.